പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പുതിയൊരു വിഷയമാണ് ഇന്ന് ചർച്ച. മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പ്രസ്ഥാനങ്ങളെ ഇനി CPM ഒരുപോലെ എതിർക്കുമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത്. CPMന്റെ ഈ നയം വളരെ വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ RSSുമായുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങളെ മറച്ചുവെക്കുന്നതിന് വേണ്ടി അവർ എടുത്തിട്ടുള്ള പുതിയ ഒരു നയമാണ് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തിന്റെ വസ്തുതകളും സത്യവും പരിശോധിച്ചാൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ RSS വിധേയത്വവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ RSS ബാന്ധവവും വളരെ പച്ചയായി സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാകുന്ന ചർച്ചകളാകും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. 1967 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സാക്ഷാൽ EMSന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചത്. പിന്നീട് മുസ്ലിം ലീഗ് മുന്നണി ഉപേക്ഷിച്ചുപോയി. മുസ്ലിം ലീഗ് മുന്നണി വിട്ടുപോയതിന്റെ പ്രതികാരമായാണ് RSSനെ കൂട്ടുപിടിച്ചുകൊണ്ട് തലശ്ശേരിയിൽ കലാപം സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അപ്രിയ സത്യമായി തുടരുന്ന യാഥാർത്ഥ്യമാണ്. പതിറ്റാണ്ടുകാലം മുസ്ലിം ലീഗുമായി യാതൊരു സഹകരണവുമില്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെ പിളർന്ന് ഒരു വിഭാഗത്തെ അഖിലേന്ത്യാ ലീഗ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ചേർത്തുകൊണ്ടാണ് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും അധികാരത്തിൽ വന്നതും എന്ന യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിസ്മരിക്കുകയാണ്. തലശ്ശേരി കലാപത്തിന്റെ അനന്തരമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തിയിട്ടുള്ള അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് RSSന് വഴിമരുന്ന് ഇട്ടുകൊടുത്തുകൊണ്ട് RSS അജണ്ടകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ ചേർത്ത് കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ വളർച്ച രൂപപ്പെടുത്തുക എന്ന സിദ്ധാന്തം. അത് അമ്പെ പാളിപ്പോയി എന്ന് മാത്രമല്ല, ആ സിദ്ധാന്തം യഥാർത്ഥത്തിൽ RSSന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമേ ഉപകാരപ്പെട്ടിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല തീരുമാനങ്ങളും RSSന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വഴിമരുന്നിടലും അല്ലെങ്കിൽ RSSന് മാർഗദർശനം നൽകുന്നതുമായിരുന്നു എന്നുള്ളത് നിരവധി ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മതേതരത്വത്തിന്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വഴിമരുന്നിട്ട് അവരെ വളർത്തുന്ന നിലപാടുകളാണ് 1970 മുതൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെമ്പാടും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മുസ്ലിങ്ങളുടെ ജനാധിപത്യപരമായുള്ള രാഷ്ട്രീയ വളർച്ചകളെ തളർത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ജനങ്ങളെ വർഗീയമായി സംഘടിപ്പിക്കുന്നത് എന്നാണ് ഒരു ആരോപണം ഉന്നയിച്ചത്. ഒന്ന് ചോദിക്കട്ടെ സഖാബെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായി സംഘടിപ്പിച്ച പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥ എന്താണ്? അവരുടെ രാഷ്ട്രീയ അവസ്ഥ എന്താണ്? അവരുടെ സാമ്പത്തികാവസ്ഥ എന്താണ്? ഇത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അത് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ 3.5 പതിറ്റാണ്ടുകാലം പശ്ചിമ ബംഗാൾ ഭരിച്ചപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി ഉദ്ധരിച്ചതിന്റെ ഫലം ഇന്ന് ഇങ്ങനെയാണുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും കേരളത്തിന്റെ മുന്നിലും ഈ വാദഗതികൾക്ക് പ്രസക്തി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വളരെ നീണ്ട പതിറ്റാണ്ടുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇലക്ഷൻ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ, ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള മൂല്യവർദ്ധിതമായ തീരുമാനങ്ങൾ അത് അച്ചടിച്ച് പ്രചരണം ചെയ്ത് പത്രസമ്മേളനം നടത്തി ഒക്കെയാണ് വന്നുപോയിരുന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്നതിലോ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ചേർക്കുന്നതിലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അന്ന് മൗദൂദി രാഷ്ട്രവാദിയോ മതരാഷ്ട്രവാദിയോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ്. എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതരാഷ്ട്രവാദിയായി അല്ലെങ്കിൽ മത തീവ്രവാദികളായി മാറിയത് എന്ന് ചോദിച്ചാൽ RSSുമായുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധം ശക്തമായി തുടങ്ങിയതോടെ, പരസ്യമായി തുടങ്ങിയതോടെ, അലയൻസ് തുടങ്ങിയതോടെയാണ് ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മത തീവ്രവാദ ഭീകരവാദ സംഘടനയായി ചിത്രീകരിക്കപ്പെട്ട് തുടങ്ങിയത് എന്ന വസ്തുത കേരളത്തിന്റെ മുന്നിലുണ്ട്. വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് ചേർത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ ദൗത്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ടകളാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി RSSനൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPയുടെ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം ചൊടിപ്പുണ്ടാക്കുന്നുണ്ട്. കാരണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വരുതികളിൽ ഇതുവരെയും ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ട അവരുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് യാതൊരു പ്രലോഭനങ്ങളിലും മുന്നോട്ട് ചെന്നു ചേരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. SDPIക്കെതിരെയുള്ള ആരോപണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം
കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതാണ്. പല അർത്ഥങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകാം. ആ ശ്രമങ്ങളൊക്കെ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടിട്ടും ഉണ്ടാകാം. അതിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കണം തീർച്ചയായും അവരെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു പ്രധാന കാരണമുള്ളത് സംഘപരിവാറിനെയും RSSനെയും നിശിതമായി രാഷ്ട്രീയമായി ഈ രാജ്യത്ത് തുറന്നു കാണിക്കുന്നതിൽ വളരെ ശക്തമായി ഒരു പതിറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി മുന്നോട്ട് വരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമ്മാവൻ റോളിനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയവും അവർക്കുണ്ട്. ഒപ്പം RSSനെ ഇത്രമേൽ തുറന്നു കാണിക്കപ്പെടുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് SDPIയെയും ആ ഒരു ഗണത്തിലേക്ക് തന്നെ ചേർത്തുകൊണ്ട് ഒരു പ്രചരണത്തിൻ്റെ ക്യാമ്പയിൻ RSSും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലും ഇന്ത്യയിലും ചെയ്യാൻ പോവുകയാണ് എന്നതാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രഖ്യാപനത്തിൽ പുതുതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം.